2000കളുടെ തുടക്കത്തിലൊക്കെയാണ് ഞാൻ മോട്ടിവേഷണൽ ട്രെയിനിങ്ങുകളിലേക്ക് എൻട്രി ചെയ്തത്. നിരവധി ആൾക്കാർ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരെ പല സദസ്സുകളിൽ വെച്ച് ഇൻസ്പയർ ചെയ്യാനും അവരുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യാനും ഗോളുകൾ സെറ്റ് ചെയ്യാനും അതിലേക്ക് അവരെ ഡ്രൈവ് ചെയ്യാനും ഒക്കെ ഉള്ള ശ്രമങ്ങൾ എനിക്കും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ അതിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. അത് അവരുടെ തന്നെ കഴിവുകൊണ്ടാണ്. എങ്കിൽ പോലും അതിനകത്തൊക്കെ ചെറിയൊരു ഇൻസ്പിറേഷൻ നമുക്ക് കൊടുക്കാൻ സാധിച്ചു എന്ന് പറയാൻ സാധിക്കും. പക്ഷെ അവിടെയൊക്കെ പതിനായിരക്കണക്കിന് ആൾക്കാരെ അത്തരത്തിൽ ഇൻസ്പയർ ചെയ്യുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്ന ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. ഈ പറയുന്ന രീതിയിൽ ഗോളുകൾ സെറ്റ് ചെയ്യുകയും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയും കമ്മിറ്റഡ് ആവുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരിൽ തന്നെ നല്ലൊരു ശതമാനം ആൾക്കാരും അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല. ഒരേ ബിസിനസ് ആവാം, ഒരേ തരത്തിലുള്ള ബിസിനസ്, ഒരേ തരത്തിലുള്ള അവസരങ്ങൾ, ഒരേ തരത്തിലുള്ള ഇൻകം ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ടായിട്ടും ഈ പറയുന്ന ചില ആൾക്കാർക്ക് എന്തുകൊണ്ട് ഇതിലേക്ക് എത്താൻ സാധിക്കുന്നില്ല? ഇതാണ് തോട്ട് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു റിസർച്ച് പ്രോജക്റ്റിലേക്ക് നയിച്ചതും അങ്ങനെയാണ് ഹ്യൂമൻ ബ്രെയിൻ്റെ ഫംഗ്ഷനിങ്ങിനെ കുറിച്ച് ഞാൻ കൂടുതൽ അടുത്തറിയാൻ എനിക്ക് സാധിച്ചതും. അത്രമാത്രം കൂടുതലൊന്നുമല്ല, എങ്കിൽ പോലും ഒരു ബേസിക് ലെവലിൽ നമുക്ക് നമ്മളുടെ ബ്രെയിനിനെ മാനേജ് ചെയ്യാൻ തക്കതായിട്ടുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ സാധിച്ചതും അതും വളരെ അറിവുള്ള ആൾക്കാരുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് തന്നെ ആ ഒരു റിസർച്ച് പ്രോജക്റ്റിലൂടെയാണ് സാധിച്ചത്. അങ്ങനെയാണ് TPR എന്നുള്ള ഒരു റിട്രീറ്റ് തന്നെ, അങ്ങനെ ഒരു സീരീസ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. വൺസ് അതിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഓഫ് കോഴ്സ് ബ്രെയിൻ, മനസ്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിൽക്കുന്നു, സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് നമ്മൾ പറയുന്നു. പക്ഷെ അതിനേക്കാളിലൊക്കെ ഉപരിയായിട്ടുള്ളത് നമ്മളുടെ ഒരു ഫിസിക്കൽ ഓർഗനാണ് നമ്മളുടെ ബ്രെയിൻ. ഇതിൻ്റെ ഫങ്ഷനിങ് നമ്മൾക്ക് കുറച്ചുകൂടി നമ്മളുടെ ഓവറോൾ ഫിസിയോളജിയിൽ ഉണ്ടാക്കുന്ന മാറ്റത്തിനനുസരിച്ച് മാറ്റാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളുടെ ബ്രെയിനിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ മാറ്റം വരുത്തുക എന്ന് പറയുമ്പോൾ ചിന്തകളിൽ മാറ്റം വരുത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പുതിയ സയൻസ് പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ പുതിയ റിസർച്ചുകൾ, ഗവേഷണങ്ങൾ പറയുന്നതനുസരിച്ച് നമ്മളുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മളുടെ ബ്രെയിനിൽ ഷേപ്പിൽ അല്ലെങ്കിൽ ഫിസിയോളജിയിൽ വരെ മാറ്റം വരുന്നു എന്നാണ് പറയുക. വളരെ വലിയൊരു ഇൻഫർമേഷൻ ആയിരിക്കാം കുറച്ച് ആൾക്കാർ. നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് നമ്മളുടെ ബ്രെയിനിൻ്റെ കോശങ്ങൾ വരെ മാറ്റങ്ങൾ വരുന്നു എന്ന് പറയും. അപ്പോൾ അത്രമാത്രം അത് തമ്മിൽ വളരെ കണക്റ്റഡ് ആണ്. തോട്ട്സും ബ്രെയിനും ബ്രെയിനിൻ്റെ ഫിസിയോളജിയും ഒക്കെ ആയിട്ട് വളരെ കണക്റ്റഡ് ആണ്. ഞാൻ പറയാൻ കാരണം ഈ ഒരു ബ്രെയിനിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ തോട്ട്സിൽ ഉണ്ടാക്കാവുന്ന മാറ്റം, അതിൽ നമ്മുടെ ഫിസിയോളജി, എൻറ്റയർ ബോഡിയുടെ, നമ്മുടെ ശരീരശാസ്ത്രം, നമ്മളുടെ ബയോളജി വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് പല ആൾക്കാരും മറന്നുപോകുന്നു എന്നുള്ളതാണ് സത്യം. ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് ഡിപ്രഷനും അതേപോലെ ജീവിതത്തിൽ ദുഃഖവും ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാർ പലരും പല മൈൻഡ് പവർ പ്രോഗ്രാമുകൾക്കും പല മെഡിറ്റേഷൻ പ്രോഗ്രാമുകൾക്കും ഒക്കെ പോകാറുണ്ടെങ്കിലും ചില ആൾക്കാർക്കൊക്കെ അതിൻ്റെ ഫലവും കിട്ടാറുണ്ട്. പക്ഷേ പല ആൾക്കാർക്കും റിസൾട്ട് കിട്ടാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർ പലപ്പോഴും മറക്കുന്നൊരു കാര്യം, നമ്മളുടെ ഡിപ്രഷൻ്റെ റീസൺ നമ്മുടെ ബ്രെയിനോ നമ്മുടെ ചിന്തകളോ ആവണമെന്നില്ല. നമ്മുടെ ഡിപ്രഷൻ്റെ റീസൺ നമ്മുടെ ഫിസിയോളജിയിലും ആവാം. നിരവധി കേസുകൾ നോക്കിയാൽ പലപ്പോഴും നമ്മളുടെ ഗട്ടാണ് നമ്മളുടെ ബ്രെയിനെ അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. പലതരത്തിലുള്ള ന്യൂറോ കെമിക്കലുകൾ ആണ് നമ്മളുടെ ഓരോ ഇമോഷൻസിനെയും മാനേജ് ചെയ്യുന്നത്. ഈ ന്യൂറോ കെമിക്കലുകളൊക്കെ പലതും ഉണ്ടാക്കപ്പെടുന്നത് ബ്രെയിനിലല്ല, അത് ഗട്ടിലാണ്. അതിന് തക്കതായിട്ടുള്ള ബാക്ടീരിയകൾ നമ്മളുടെ ഗട്ടിൽ ഉണ്ടാവണം. ബാക്ടീരിയ എന്ന് പറയാം, മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ ദുഃഖവും നമ്മുടെ സന്തോഷവും എക്സൈറ്റ്മെൻറ്റിനും ഒക്കെ ബ്രെയിൻ മാത്രമല്ല റോള് പ്ലേ ചെയ്യുന്നത്, നമ്മുടെ മനസ്സ് മാത്രമല്ല അതിനകത്ത് റോള് പ്ലേ ചെയ്യുന്നത്, നമ്മുടെ എൻ്റയർ ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഇതാണ് ബയോ ഹാക്കിങ്ങിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. ബയോ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഹാക്കിംഗ് യുവർ ഓൺ ബയോളജി. നിങ്ങളുടെ സ്വന്തം ബയോളജിയെ നിങ്ങൾക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കുക. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഉള്ള പ്രവർത്തനത്തെ നിങ്ങൾക്ക് ഹാക്ക് ചെയ്യാൻ സാധിക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് ചിന്തകളിലും നിങ്ങളുടെ ഓവറോൾ ആയിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്രമത്തിലുമൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഞാൻ ചെയ്യുന്ന റൈസപ്പ് പ്രോഗ്രാമിൽ ബയോ ഹാക്കിംഗ് ഒരു സിഗ്നിഫിക്കൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇതുവരെ 2019 വരെ ചെയ്തിരുന്ന റൈസപ്പിനേക്കാൾ കുറച്ചുകൂടെ വിഭിന്നത വരാൻ പോകുന്നത് ഇനി മുതലുള്ളതിൽ ബയോ ഹാക്കിങ്ങിന് വളരെയധികം സിഗ്നിഫിക്കൻസ്. കാരണം കഴിഞ്ഞൊരു 3 വർഷം ഞാൻ വളരെയധികം ആ ഒരു മേഖലയിൽ ഇൻവോൾവ് ചെയ്യാനും ദ മേക്കിംഗ് ഓഫ് ദ സൂപ്പർ ഹ്യൂമൻ എന്നുള്ളൊരു പുസ്തകം എന്നാൽ എഴുതപ്പെടാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യമുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബയോ ഹാക്കിങ്, ഹൗ ക്യാൻ യു ഹാക്ക് യുവർ ഓൺ, നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കോശങ്ങളെയും നിങ്ങളുടെ ബയോളജിയെ നിങ്ങൾക്ക് സ്വയം എങ്ങനെ ഹാക്ക് ചെയ്യാം, എന്തിനു വേണ്ടി ഹാക്ക് ചെയ്യണം? ടു ലീവ് എ ലോങ് പ്രൊഡക്റ്റീവ് ഹെൽത്തി ലൈഫ്. ദീർഘകാലം ജീവിക്കുക, ആരോഗ്യത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, അത് കൂടുതൽ കാലം കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് സമൂഹത്തിനും കുടുംബത്തിനും രാജ്യത്തിനുമൊക്കെ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് ജീവിക്കാൻ സാധിക്കുക. ഇതാണ് ബയോ ഹാക്കിങ്ങിൻ്റെ പർപ്പസ്.
ഇത് ഓഫ് കോഴ്സ് ഇതൊരു ശാസ്ത്രമാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഓരോരുത്തർക്കും പ്രാക്ടിക്കലായിട്ട് ലൈഫിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. റൈസപ്പിൽ തീർച്ചയായിട്ടും ഇതുമായി ബയോ ഹാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചില ടിപ്സും ചില പ്രാവർത്തികമാക്കാൻ പറ്റുന്ന നമ്മുടെ ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്ന ചില ബയോ ഹാക്കുകൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ ലെറ്റ്സ് ഹാവ് എ ഗ്രേറ്റ് ജേർണി ടുഗദർ.